ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം കാണിച്ചു തരുന്നത് ഫയറാണ്, അഗ്നി. ഫയറിനെ പറ്റി, അഗ്നിയെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് കർത്താവിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് അത് തന്നെയാണ്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജേഷീൻ പറയുന്നുണ്ട്, ധാരാളം പഠിപ്പിക്കലുകൾ സഭയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. സഭാപിതാക്കന്മാരുടെ ഒരു ട്രഷർ തന്നെയുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്കിന്ന് വേണ്ടത് സ്വർഗത്തിന്റെ അഗ്നിയാണ്. ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ ചിക്കൻ മേടിച്ചു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി നല്ല ചിക്കൻ മസാല ഒക്കെ പുരട്ടി വച്ചാലും അകത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ മൈൻഡ് ചെയ്യത്തില്ല. എന്നാൽ ചിക്കൻ എടുത്ത് മസാല തേച്ചതിന് ശേഷം അത് തീയുടെ മുകളിൽ കൊണ്ടേ വച്ച് കഴിയുമ്പോൾ അകത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ Mommy, what's it? എല്ലാം ചാടി പുറത്തു വന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വ്യാമോഹങ്ങളിൽ മുഴുകിക്കഴിയുന്ന മനുഷ്യർ ദൈവത്തെ തേടി പുറത്തേക്ക് വരണമെങ്കിൽ അഗ്നി കൂടിയേ തീരൂ. ഹല്ലേലൂയ. The fire should come. ദൈവത്തിന്റെ ആത്മാവ് അഗ്നിയായി കടന്നു വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും. ലോകം യേശു ക്രിസ്തുവിനെ അറിയും. ചേച്ചി, ഒരു അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ഫ്രിഡ്ജോ? ഒരു അടുക്കളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? കർത്താവിന്റെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും അടുപ്പായിരിക്കണം. ഹല്ലേലൂയ. തണുത്തു വരുന്നവരെ തീ പിടിപ്പിക്കുന്ന ഒരടുപ്പാണ് സഭയുടെ നടുക്ക്. സഭയുടെ തുടക്കം തന്നെ തീ വന്നുകൊണ്ടാണ്. ദൈവം കാണിച്ചു തന്നു, സഭ ഒരു ചിമ്മിനിയാണ്, ഒരു അടുപ്പാണ്. ഇവിടെ ഫയർ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ അതേ ജനം തീ കണ്ടപ്പോൾ, തീ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ, ജ്വലനം കണ്ടപ്പോൾ, അഗ്നി കണ്ടപ്പോൾ ഓടിക്കൂടിയിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹോദരങ്ങളെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ തീ വരണം. വിശുദ്ധ പാതിരി പിയോ ഇറ്റലിയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കാൻ രാവിലെ 6 മണിക്കാണ് ദേവാലയത്തിലേക്ക് വരുന്നത്. സഭയുടെ ചരിത്രം വായിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ വെളുപ്പിന് 1:30 മണിക്ക് ആളുകൾ ദേവാലയത്തിന്റെ അകത്ത് വന്നിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഇപ്രകാരം പറയുന്നു, വളരെ ദൂരെ നിന്ന് ആളുകൾ വണ്ടി പിടിച്ച് തലേ ദിവസം വന്ന് ലോഡ്ജിൽ താമസിച്ചിട്ട് രാത്രി 1:30 മണിക്ക് പള്ളിയുടെ അകത്ത് വന്നിരുന്ന് ഉറങ്ങും. സീറ്റ് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒരു ദിവ്യബലിയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാതിരി പിയോ അവിടെ ഇല്ല, ആളുകളും അവിടെ ഇല്ല. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? പാതിരി പിയോ നടന്നു വന്ന് ഇത് കർത്താവിന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുമെന്ന് പറയുമ്പോൾ റോസാപ്പൂവിന്റെ ഗന്ധം അവിടെ മുഴുവൻ വ്യാപരിക്കും. വീൽ ചെയറിലിരിക്കുന്ന പലരും എഴുന്നേക്കുന്നു. അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അഭിഷേകമായി ആ ദേവാലയത്തിന്റെ അകത്തേക്ക് കടന്നു വരുന്നു. പലപ്പോഴും ഇത് വാങ്ങി യേശുവിന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിട്ട് അത് കൈകൾ താഴ്ത്താൻ 2 മണിക്കൂർ സമയം, 3 മണിക്കൂർ സമയം അദ്ദേഹം മറന്നു പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അധികാരികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? 3 മണിക്കൂർ സമയം ഓസ്തി പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭ്രാന്താണോ? അദ്ദേഹം പറഞ്ഞു, I was standing at the feet of my Jesus at Calvary with my mother and John the apostle. യോഹന്നാനോടൊപ്പം പരിശുദ്ധ മറിയത്തോടൊപ്പം ഞാൻ കാൽവരിയിലായിരുന്നു. കാൽവരിയിൽ യേശു 5 മിനിറ്റ് അല്ല തൂങ്ങിക്കിടന്നത്, മണിക്കൂറുകൾ ഞാൻ അവന്റെ കൂടെയായിരുന്നു. I was participating in the passion of my Lord and Savior Jesus Christ. ആ ശരീരം അഴുകിപ്പോകാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അഗ്നി നിറഞ്ഞൊരു ശരീരമായിരുന്നു അത്. സഭയിലെ മറ്റൊരു വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. അദ്ദേഹത്തിന്റെ അപ്പൻ വെളുത്ത വർഗ്ഗക്കാരനും അമ്മ കറുത്ത വർഗ്ഗക്കാരിയുമായിരുന്നു. നിങ്ങൾക്കറിയാം, അദ്ദേഹം വിചാരിച്ചു തന്റെ കുഞ്ഞ് വെളുത്തവനായിരിക്കും, പക്ഷേ കുഞ്ഞ് കറുത്തവനായി പോയി. അപ്പൻ അമ്മയെ ഉപേക്ഷിച്ചു പോയി. അനാഥനായി, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടപ്പെട്ടവനായി മാർട്ടിൻ ഡി പോറസ് വളർന്നു വന്നു. പക്ഷേ അമ്മ അവന് പറഞ്ഞു കൊടുത്തു, മകനെ, ഒരു ദൈവമുണ്ട്,
നിന്റെ ഭൂമിയിലെ അപ്പൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും ആകാശത്തേക്ക് നീ നോക്കുക, നിനക്കൊരപ്പനുണ്ട്. ആ അപ്പന്റെ പേരാണ് സ്വർഗത്തിലെ പിതാവ്. നിനക്കൊരു ചേട്ടനുണ്ട്, ചേട്ടന്റെ പേരാണ് യേശു ക്രിസ്തു. നിനക്കൊരു സഹായകനുണ്ട്, പരിശുദ്ധാത്മാവ്. എന്റെ മകൻ വിശുദ്ധനായി വളരണം. പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്റെ മകൻ മരിക്കണം. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞു കൊടുത്തു. വളർന്നു വന്നു. അതേ, വളരെ വിശുദ്ധിയിൽ വളർന്നു വന്നു. ഒരു ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇവിടുത്തെ തൂപ്പുകാരനായിട്ടൊരു പോസ്റ്റ് തരുമോ? തൂപ്പുകാരനായിട്ട് അദ്ദേഹത്തിന് അവിടെ ശുശ്രൂഷ കിട്ടും. അദ്ദേഹം തൂപ്പുകാരനാണ്. പക്ഷെ ആശ്രമത്തിൽ അച്ഛന് മനസ്സിലായി, സുപ്പീരിയർക്ക് മനസ്സിലായി, എന്റെ തൂപ്പുകാരൻ വിശുദ്ധനാണ്. അദ്ദേഹം അത് ആരോടും പറയാതെ കൊണ്ടു നടന്നു. അദ്ദേഹം എല്ലാം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഹൃദയത്തിൽ അദ്ദേഹം പരിശുദ്ധ അമ്മയെ പോലെ സംഗ്രഹിച്ചു, തന്റെ തൂപ്പുകാരൻ വിശുദ്ധനാണ്. അങ്ങനെ ഇരിക്കെ പണ്ട് അദ്ദേഹത്തോടൊപ്പം കളിച്ച് ചിരിച്ച് നടന്ന ഒരു കൂട്ടുകാരൻ മാർട്ടിൻ ഡി പോറസിനെ കാണാൻ ഈ ആശ്രമത്തിലെത്തി. അദ്ദേഹത്തിന് സുപ്പീരിയർ അച്ഛൻ മാർട്ടിൻ ഡി പോറസിന്റെ മുറി തന്നെ കിടക്കാനായിട്ട് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ മാർട്ടിൻ ഡി പോറസ് തന്റെ കട്ടിൽ കൂട്ടുകാരന് കൊടുത്തിട്ട് താഴെ കിടക്ക വിരിച്ച് കിടക്കുകയാണ്. ശ്രദ്ധിക്കണം, തണുപ്പ് രാജ്യമായതിനാൽ രാത്രി 2:30-3 മണിയായപ്പോൾ കൂട്ടുകാരന് മൂത്രമൊഴിക്കാൻ മുട്ടി. ടോയ്ലറ്റ് പുറത്താണ്, പുറത്തു പോകണം. അദ്ദേഹം മൂത്രമൊഴിക്കാനായിട്ട് പുതപ്പ് വിരിച്ച് താഴേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. തന്റെ കൂട്ടുകാരനായ മാർട്ടിൻ ഡി പോറസ് അല്ല അവിടെ കിടക്കുന്നത്. തീ കൊണ്ടുള്ള ഒരു മുഖം, തീ കൊണ്ടുള്ള 2 കൈകൾ, തീ കൊണ്ടുള്ള ഒരു ശരീരം, തീ കൊണ്ടുള്ള 2 കാലുകൾ പുതപ്പിന്റെ അകത്തൂടെ കാണാം. പുതപ്പ് കത്തുന്നുമില്ല, തീ കൊണ്ടുള്ള ഒരു മനുഷ്യനകത്ത് കിടക്കുകയാണ്. എ മാൻ ഫുൾ ഓഫ് ഫയർ. ഇവന്റെ മൂത്രവും പോയി, എല്ലാം പോയി. ഇവനകത്തോട്ട് ഈ പുതപ്പ് വലിച്ചിട്ടിട്ട് പിന്നെ പിടിച്ചൊരു കിടപ്പ് കിടന്നു. എങ്ങനെയെങ്കിലും നേരം വെളുക്കണം, കൈ കാലും വിറയ്ക്കുക. രാവിലെ എങ്ങാണ്ട് ഉറങ്ങിപ്പോയപ്പോ ആരോ തട്ടി വിളിച്ചു. നോക്കിയപ്പോ മാർട്ടിൻ ഡി പോറസ് ചായയും കൊണ്ട് നിൽക്കുക. ചോദിച്ചു, എന്ത് പറ്റി? രാവിലെ സുപ്പീരിയർ അച്ഛനെ കാണാൻ പോയി, അകത്തുനിന്ന് വാതിലടച്ചു. സുപ്പീരിയർ ചോദിച്ചു, താൻ എന്താ വിയർക്കുന്നു? അച്ഛാ, എന്താണ്? അച്ഛാ, അവൻ ആരാ? തന്റെ കൂട്ടുകാരൻ. അച്ഛാ, ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായച്ചാ. രാത്രിയിൽ ഞാനൊരു തീ മനുഷ്യനെ കണ്ടു. ഇദ്ദേഹം വിചാരിച്ചത് അച്ഛൻ ഇത് കേൾക്കുമ്പോൾ ചാടി എഴുന്നേക്കുന്ന. അച്ഛനൊന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛാ, ഞാനൊരു തീ മനുഷ്യനെ കണ്ടു. അച്ഛനൊന്നും തോന്നുന്നില്ലേ? പേന മാറ്റി വെച്ചു. മോനെ, നിന്നെ ഞാൻ മനഃപൂർവ്വം അവിടെ കിടത്തിയത്. നിനക്കൊരു കാര്യം അറിയാമോ? പ്രഭാതത്തിൽ ഞാൻ ടോയ്ലറ്റിൽ പോകാൻ 5:30 എഴുന്നേൽക്കുമ്പോൾ പലപ്പോഴും ടോയ്ലറ്റിൽ നിന്നും ഒരു തീ മനുഷ്യൻ നടന്നു വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു തീ മനുഷ്യൻ പലപ്പോഴും നടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നിന്റെ കൂട്ടുകാരനായ മാർട്ടിൻ ഡി പോറസ് ആണെന്ന് എനിക്കറിയാം. നിന്റെ ജീവിതത്തിൽ പാപമുണ്ടെന്ന് നീ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നിന്റെ മാനസാന്തരം ഇന്നലെ രാത്രിയിൽ സംഭവിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ മനഃപൂർവ്വം അവിടെ കിടത്തിയത്. അച്ഛാ, എനിക്ക് കുമ്പസാരിക്കണം. മുട്ടൂത്താൻ പറഞ്ഞു. What we need is fire. Fire of God. അതാണ് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ. മോശ ആദ്യമായിട്ട് കാണുന്ന ദൈവാനുഭവം എന്ന് പറയുന്നത് ഫയറാണ്. നമുക്കറിയാം, ഹോറേബിന്റെ മുൾപ്പടർപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുൾപ്പടർപ്പ്, അത് എരിഞ്ഞ് ചാരമാകുന്നില്ല. മോശ അങ്ങോട്ട് കയറി ചെല്ലാൻ നോക്കുകയാണ്. ദൈവം സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മുൾപ്പടർപ്പിനെ ദൈവം അത്ഭുതകരമായിട്ട് തന്റെ ഉപകരണമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പാപിയായ മനുഷ്യ, ഇന്നലെ വരെ ആർക്കും വേണ്ടാത്ത മനുഷ്യ, ഇന്നലെ വരെ മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്ന മനുഷ്യ, ഇന്നലെ വരെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ, ദൈവത്തിന്റെ അഗ്നി കടന്നു വന്നാൽ, നീ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു മുൾപ്പടർപ്പായി തീരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക്, നമുക്ക്, കരിസ്മാറ്റിക്കുകാർക്ക്, ശാലോമിന് എല്ലാം ഇനി വേണ്ടത് പുതിയ ഫയറാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, തീയാൽ ഉത്തരമരുളുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അദ്ദേഹം അത് കാണിച്ചു കൊടുക്കാൻ 2-3 കാര്യങ്ങൾ ചെയ്തു. 1, അദ്ദേഹം മലമുകളിലേക്ക് കയറി. 2, അദ്ദേഹം ബലിപീഠത്തിലെ കല്ലുകൾ നേരെയാക്കി. 3, അദ്ദേഹം ബലിമൃഗത്തെ വെട്ടിക്കീറി വെച്ചു. 4, അദ്ദേഹം വെള്ളമൊഴിച്ചു. 5, അദ്ദേഹം പ്രാർത്ഥിച്ചു. 6ാമത്തെ കാര്യം ദൈവം ചെയ്തു, സ്വർഗം തുറന്ന് അഗ്നി ഇറക്കി. ഹല്ലേലൂയ. ഈ 4-5 കാര്യങ്ങളിലൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കടന്നു പോകാം.
ഒന്ന്, അവൻ മലമുകളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അവൻ ലോകത്തിന്റെ, പാപത്തിന്റെ, നിരാശയുടെ, അശുദ്ധിയുടെ, അനുസരണക്കേടിന്റെ താഴ്വര വിട്ടിട്ട്, ലോക മനുഷ്യരുടെ കൂട്ടായ്മ വിട്ടിട്ട് അവൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി. നിങ്ങൾക്കറിയാം, 10 കൽപ്പന കൊടുക്കാൻ ദൈവം പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറങ്ങി വന്നു. താബോർ മലയിൽ രൂപാന്തരം പ്രാപിക്കാൻ അവിടുന്ന് പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി വന്നു. കാൽവരി കുരിശിൽ ബലിയർപ്പിക്കാൻ അവിടുന്ന് പർവ്വതത്തിന്റെ മുകളിലേക്ക് കുരിശുമാട്ട് കയറിപ്പോയി. അബ്രഹാമിനോട് ബലിയർപ്പിക്കാൻ പറയുന്നതും മോറിയ പർവ്വതത്തിന്റെ മുകളിൽ തന്നെയാണ്. ഹല്ലേലൂയ. അതായത് പർവ്വതം അല്ലെങ്കിൽ മല എപ്പോഴും ലോകത്തെ വിട്ടിട്ട് നമ്മൾ ആത്മീയരായി തീരാനുള്ള തീരുമാനം എടുക്കുന്നതിനെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് മലമുകളിലേക്ക് കയറി പോകാം. ഒന്ന്, എൻ്റെ കർത്താവിനെ അറിയണമെന്നുള്ള വലിയൊരു തീരുമാനം നമ്മൾ എടുക്കണം. എൻ്റെ ദൈവത്തെ എനിക്ക് അനുഭവിച്ചറിഞ്ഞേ പറ്റൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു തീരുമാനമായിട്ട് മാറണം. ഹല്ലേലൂയ. 2, തകർന്നു കിടന്ന ബലിപീഠം ഏലിയ നേരെയാക്കി 12 കല്ലുകൾ എടുത്ത് അടുക്കി വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ തകർന്നു പോയ ബന്ധങ്ങളെ നമ്മൾ നേരെയാക്കണം. പ്രൈസ് ദി ലോർഡ്. സമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ജീവജലം തരാം, ഒറ്റ കണ്ടീഷൻ. എന്ത് ചെയ്യണം? നീ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ നേരെയാക്കണം. നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പനെയോ അമ്മയെയോ അവരെത്രയോ നമ്മളെ വേദനിപ്പിച്ചവരായിക്കോട്ടെ, അവർ ചെയ്തു തന്ന നന്മകൾക്ക് നമുക്ക് പ്രതിഫലം കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഹല്ലേലൂയ. ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ തകർന്നു കിടക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് നേരെയാക്കണം. അതാണ് 12 കല്ലുകൾ എടുത്ത് അടുക്കി വച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരെയാക്കണമെന്നാണ് അർത്ഥം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാം. ഞാൻ ധ്യാനങ്ങൾ കൂടി വന്ന സമയത്ത് എൻ്റെ ഒരു വലിയ പ്രോബ്ലം പുറപ്പെട്ട ദേഷ്യമാണ്. അതുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ യുദ്ധം ചെയ്തിട്ടുള്ളത്. കർത്താവ് എന്നെ പഠിപ്പിച്ചു, അവിടുത്തെ ആത്മാവിൻ്റെ നിറവില്ലാതെ ഈ സാധനത്തെ തോപ്പിക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ ഈശോയിൽ വന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ ആദ്യ നാള് ഞാൻ MD എൻട്രൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്നും വളരെ ദൂരെ യാത്ര ചെയ്ത് വേണം ഞാൻ പെട്ടിയുമെടുത്ത് എനിക്കന്ന് കാറില്ല, കല്യാണം കഴിഞ്ഞ സമയമാണ്. സൂപ്പർ ഫാസ്റ്റിൽ ഞാൻ പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ബാഗ് പാക്ക് ചെയ്തു, എല്ലാം കൊണ്ടുവന്ന് എൻ്റെ കയ്യിലോട്ട് തന്നു, എല്ലാം തേച്ച് അയൺ ചെയ്ത് കൈ കൊണ്ട് തന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ സൂട്ട് കേസിൻ്റെ ഇടയ്ക്കത്തെ ഇതിൽ കൂടെ എൻ്റെ പാൻറ്റിൻ്റെ കാല് കിടന്നിങ്ങനെ ആടുകയാണ്. ഈ അറ്റം, പാൻറ്റിൻ്റെ അറ്റം ഇതിങ്ങനെ പുറത്ത് കിടക്കുകയാണ്, ആ സിപ്പിൻ്റെ അറ്റത്തും. പ്രിയപ്പെട്ടവർ, ഇത്രയും കണ്ടതേ ഉള്ളൂ. ഒരു 2-3 പാൻറ്റും 3-4 ഷർട്ടും തേച്ച് കഷ്ടപ്പെട്ട് വിയർത്ത് കുളിച്ച് പുള്ളിക്കാരി നിൽക്കുകയാണ്. പുള്ളിക്കാരി ഇതങ്ങോട്ട് കണ്ടു. പുള്ളിക്കാരി പറഞ്ഞു, അയ്യോ ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ തന്നെ അതൊന്നുകൂടെ അയൺ ചെയ്തിട്ട് ഒരു കുന്തം എനിക്ക് വേണ്ട. നേരെ പോയി വീട്ടിന്റെ മുമ്പിലോട്ട് ഇറങ്ങിയത് ഒരു പ്രൈവറ്റ് ബസ് വന്നു. അതിലോട്ട് കയറി ബസ് സ്റ്റാൻഡിൽ പോകണം. കയറിയിരുന്നു. നമ്മൾ കരിസ്മാറ്റിക് അല്ലേ, അതുകൊണ്ട് കയറിയ പാടെ ജവമാല കയ്യിലോട്ട് എടുത്തു. കർത്താവേ, ലോകം മുഴുവനെയും മാനസാന്തരപ്പെടുത്തണേ. പാപത്തിൽ ജീവിക്കുന്ന കർത്താവേ, ആളുകൾ തകർന്ന കുടുംബങ്ങൾ കർത്താവേ, ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹമില്ലാത്തവർ കരുണയായിരിക്കണം. ഇത് ഒരാട്ടി മുന്നോട്ട് പോകുന്നില്ല. ഇത് ഈ ആദ്യത്തെ ഈ മണിയെ പിടിച്ചിട്ടിരിക്കുക. ഞാൻ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ സൂപ്പർ ഫാസ്റ്റ് എത്തി. ഇതിവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ പതുക്കെ പോക്കറ്റിലോട്ട് ഇട്ടു. നോക്കിയപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് കയറിയിരുന്നു. ഇതും പിടിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഇത് മെഡിക്കൽ കോളേജ് ചെല്ലുന്ന 2 മണിക്കൂർ ട്രാവൽ ചെയ്യാണ്. ഇത് അനങ്ങില്ല. കാര്യം പറഞ്ഞുതരാം, എൻ്റെ അകത്തൊരു കരിങ്കല്ല് വന്നിരിക്കുന്നത് പോലെ തോന്നുകയാണ്. ഇതകത്തോട്ട് എനിക്ക് ഒരടി പോകാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി. എനിക്ക് മനസ്സിലായി സംഭവം പ്രശ്നമാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. ആദ്യത്തെ നാളുകളാണ്. കർത്താവിനെ അറിഞ്ഞു, വലിയ പിടുത്തം കിട്ടിയിട്ടില്ല, ധ്യാനം കൂടിയതേ ഉള്ളൂ. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും കേരളത്തിൽ വന്നിട്ടില്ല. 1994 കാലഘട്ടമാണ്. മൊബൈൽ ഫോണൊന്നും ഇല്ല. എല്ലായിടത്തും ബൂത്തുകൾ, STD ബൂത്തുകൾ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ നേരെ എൻ്റെ പെട്ടിയുമായിട്ട് അവിടെ ചെന്ന്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു ഡോക്ടറാണ്, പുള്ളി കൗൺസിലിംഗ് ചെയ്യുന്ന വരമുണ്ട്. പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു, ഡേ ഞാൻ കാര്യം ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കിന്ന് കൊന്ത ചൊല്ലാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. താന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മാതാവിന് എന്താ എന്നോട് പിണക്കമെന്നൊന്ന് ചോദിച്ചേ. പുള്ളിക്കാരൻ പാവം ഒന്നും അറിയാത്ത, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കണ്ണടക്കി. ഇതെന്താണോ ഇങ്ങനെ കാണുന്നത്? ഞാൻ ചോദിച്ചു, എന്താ? താന് ഒരു പെൻസില് കൂർപ്പിച്ച് കർത്താവിന്റെ കണ്ണു കുത്തി പൊട്ടിക്കുന്നാട്ടാ കാണിക്കുന്നത്. താൻ എന്താണോ ചെയ്തത്? ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, പാൻറ് പുറത്ത് കിടന്നതിന് ചൂടായതിന് കണ്ണ് കുത്തി പൊട്ടിച്ചതാട്ടാ കാണിച്ചെങ്കിൽ ഒരെണ്ണം കൊടുത്തെങ്കിൽ എങ്ങനെ കാണിച്ചേനെ? ദൈവമേ, കർത്താവ് ഇത്രയും വേദനിച്ചു.
പുള്ളി കാണുന്ന ഇതാണ്, ഞാനൊരു പെൻസിൽ കൂർപ്പിച്ചിട്ട് ഒരു കർത്താവിൻ്റെ ഒരു കണ്ണ് കുത്തി പൊട്ടിയിട്ട് കർത്താവ് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുള്ളി കാണുന്നത്. വ്യാഖ്യാനം കർത്താവ് കൊടുക്കുന്നില്ല, പുള്ളി ഇതിങ്ങനെ പിടിച്ചിരിക്കുക. പുള്ളി എന്നോട് ഇത് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, അതെന്താ അങ്ങനെ കാണിച്ചത്? എനിക്ക് ഈശോയോട് വലിയ സ്നേഹമാണല്ലോ. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് വരവുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്നറിയണം. ഞാൻ പറഞ്ഞു, അതെന്താ, തെറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി പറഞ്ഞു, എളിമയുള്ള ആളാ, ശരിയായിരിക്കും, ഞാൻ ഒന്നോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. താൻ ഇന്ന് ഭാര്യയെ വേദനിപ്പിച്ചോ? ക്ലിയർ ആയിട്ട് കാണിച്ചു. എന്നിട്ട് എന്നോട് അവൻ പറഞ്ഞു, കൂടുതൽ സമയം ഞാൻ കളയുന്നില്ല, താൻ ഇന്ന് തൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചത് കർത്താവിൻ്റെ കണ്ണിൽ നീ പെൻസിൽ വെച്ച് കുത്തിയതായിട്ടാണ് കർത്താവിനെ വേദനിച്ചിരിക്കുന്നത്. പുള്ളി ഫോൺ താഴെ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ STD ബൂത്തിൻ്റെ അകത്ത് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ അകത്ത് വലിയൊരു കരിങ്കല്ല് പോലെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ മനോഹരമായ സാന്നിധ്യം എൻ്റെ മേലില്ല, അഭിഷേകമില്ല, ദൈവത്തിൻ്റെ കൂട്ടായ്മ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പിന്നെ മസിൽ പിടിച്ച് ഭാഷാപരമൊക്കെ ഉണ്ടാക്കി അടിക്കുന്നുണ്ട്. ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ എന്തൊക്കെയോ അടിക്കുന്നുണ്ട്, പക്ഷേ ഒരു പണിയും നടക്കുന്നില്ല. ഞാൻ സൂട്ട് കേസ് താഴെ വെച്ചു. അയാളോട് അടുത്ത നമ്പർ പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു. ഭാര്യ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, സൂസൻ, ഐ ആം റിയലി സോറി. ഞാൻ അങ്ങനെ ജോണൊന്നും ചെയ്തൊന്നുമില്ല. അല്ല, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു, വിഷമമുണ്ടോ? ഇല്ല, പക്ഷെ ഒരു തേങ്ങല് ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ. അവൾ പറഞ്ഞു, ഞാനത് അപ്പോഴേ ക്ഷമിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേലുണ്ടായി. ഇത് 1994 സംഭവിച്ച കാര്യമാണ്. എനിക്കറിയത്തില്ലായിരുന്നു അന്ന് ഞാൻ വചനം പറയും, അമേരിക്ക വന്ന് നിങ്ങളെയൊക്കെ കാണും. നോ, എനിക്കൊരു പിടുത്തവുമില്ല. അന്ന് ഞാൻ വചനപ്രഘോഷകനല്ല. കർത്താവ് എന്നെ അന്നേ പഠിപ്പിച്ചു, ജോൺ, നിനക്കെന്റെ ആത്മാവിന്റെ അഭിഷേകം വേണമെങ്കിൽ തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ നീ നേരെയാക്കണം. ഒരു കല്ല് പോലും നിന്റെ ജീവിതത്തിൽ താഴെ ഇളകി കിടക്കാൻ പാടില്ല. നീ ഏലിയായെ പോലെ കല്ലുകൾ അടുക്കി വെക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ തകർന്നു കിടന്ന കല്ല് ഞാൻ അടുക്കി വെച്ചതും ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം വന്നു. എനിക്ക് വലിയ സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടി. കർത്താവ് എന്നെ അന്ന് പഠിപ്പിച്ചു, സ്നേഹത്തിൽ പോകുന്നതിന്റെ വില കർത്താവ് എന്നെ അന്ന് പഠിപ്പിച്ചു. ഹല്ലേലൂയ. എനിക്ക് അഭിഷേകത്തിന്റെ താക്കോൽ അറിയാം പ്രിയപ്പെട്ടവരെ. ഇറ്റ്സ് ലവ്. നിങ്ങളൊരു സംഭവം കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? യോഹന്നാന് 92 വയസ്സുള്ളപ്പോ യോഹന്നാനെ ഒരു പല്ലക്കിൽ കയറ്റി ആളുകൾ കൊണ്ടുവരുമായിരുന്ന പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കുർബാനയ്ക്ക് അദ്ദേഹം അച്ഛൻ ബലിയർപ്പിക്കുന്ന സമയത്ത് കുർബാനയുടെ ബൈബിൾ വായിച്ചതിന് ശേഷം യോഹന്നാൻ പല്ലക്കിൽ ഇങ്ങനെ വിറച്ച് പാർക്കിൻസോൺസ് പോലെ എന്തോ രോഗമുണ്ടായിരുന്നാ പറയുന്നത്. നല്ല വിറവലുണ്ടായിരുന്നു അവസാന നാളുകളിൽ. പക്ഷെ അദ്ദേഹം ആ വിറച്ചിരുന്നിട്ട് ഒരൊറ്റ മെസ്സേജ് പറയും, ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് പറഞ്ഞു കഴിയുന്നതോടുകൂടി ആളുകളെല്ലാം കരയുമായിരുന്നു. കാരണം അവരെല്ലാം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുമായിരുന്നു. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ നേരെയാക്കണം. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെല്ലാം ധ്യാനങ്ങൾ കൂടിയാലും കല്ലുകൾ ഇറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അഗ്നി വരികയില്ല. ആരെല്ലാം തലേ കൈവച്ച് അമർത്തിയാലും, പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനഗുരു നമ്മുടെ തലേ കൈവച്ച് അമക്കി പ്രാർത്ഥിച്ചാലും ബലിപീഠം ഇളകി കിടക്കുകയാണെങ്കിൽ അഗ്നി വരില്ല, തീ ഇറങ്ങി വരത്തില്ല. ധ്യാനഗുരുവിന്റെ അഗ്നി അവിടെ നിൽക്കത്തേ ഉള്ളൂ, അതിങ്ങോട്ട് പാസ് ചെയ്യത്തില്ല, അതവിടെ നിൽക്കും. അതുകൊണ്ട് കർത്താവേ, ഏലിയാ ചെയ്തതുപോലെ ബലിപീഠം പുതുക്കി പണിയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ഏലിയാ ചെയ്തത് മൃഗത്തെ വെട്ടിക്കീറി വെച്ചു. പഴയ നിയമത്തിൽ മൃഗം, പുതിയ നിയമത്തിൽ ജഡം. റോമാലേഖനം 12:1 നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മൃഗത്തെ വെട്ടിക്കീറിയതുപോലെ ഇന്ന് എൻ്റെ കണ്ണുകളെ ഞാൻ വെട്ടിക്കീറുന്നു. നോക്കാൻ പലതും തോന്നുന്നു, ഞാൻ പറയുന്നു നോ, എൻ്റെ കണ്ണുകളെ ഞാൻ ബലിയായിട്ട് സമർപ്പിക്കും. പലരുടെയും കുറ്റം കേൾക്കാൻ തോന്നുന്നു, ഞാൻ പറഞ്ഞു നോ, എൻ്റെ കാതുകളെ ഞാൻ ബലിയായിട്ട് സമർപ്പിക്കുന്നു. എന്നെ വേദനിപ്പിച്ചവരെ തിരിച്ചു പറയാൻ തോന്നുന്നു, നോ, എൻ്റെ നാവിനെ ഞാൻ ബലിയായിട്ട് സമർപ്പിക്കുന്നു. പാപം ചെയ്യാൻ എൻ്റെ കൈകൾ കൊതിക്കുന്നു, നോ, എൻ്റെ കൈകളെ ഞാൻ ബലിയായി സമർപ്പിക്കുന്നു. പാപം ചെയ്യാൻ സഞ്ചരിക്കാൻ കാലുകൾക്ക് കൊതി വരുന്നു, നോ, എൻ്റെ കാലുകളെ ഞാൻ ക്രൂശിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ ബലിയായി അർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ രാജകീയ പുരോഹിതനാണ്. രാജകീയ പുരോഹിതന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും ഒരു ബലി നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അത് ഇന്റർനെറ്റിന്റെ മുമ്പിലിരുന്നാലും, റോഡിൽ കൂടെ പോയാലും, കാറിൽ പോയാലും, ഷോപ്പിംഗ് മാളിൽ പോയാലും ഈ ബലി നടന്നുകൊണ്ടിരിക്കണം. ഇല്ലേ അഗ്നി വരത്തില്ല. പിന്നെ ബാക്കി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡ്രാമ കാണിച്ച് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് എന്തെല്ലാം കാണിച്ചിട്ട് നമ്മുടെ പുറത്ത് കർത്താവിന്റെ വെട്ടം ഇല്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ആൾക്കാർ ചോദിക്കുക, എന്നാണപ്പ ഇത് ഞങ്ങളുടെ പുറത്ത് ഇത് വരാത്തത്? വരും. We have to pay the price. Yeah.
Grace is free, but it is not cheap. The Holy Spirit is free, but it is not cheap. The fire of God is free, but it's not cheap. നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ മെഡിക്കൽ എൻട്രൻസ് ഫ്രീ ആണ് അല്ലേ? പക്ഷേ ഉഴപ്പി നടക്കുന്നവർക്ക് കിട്ടുമോ? ഫ്രീയാ. ഞങ്ങളൊക്കെ കേരളത്തിലാണ് പഠിച്ചത്, ഫ്രീ ആണ്. മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, ഫ്രീ ആണ്. ചെറിയൊരു തുച്ഛമായ ഫീസ് ഗവൺമെന്റിൽ. പക്ഷേ വീട്ടിൽ ഇരുന്ന് ചുമ്മാ കിടന്ന് ഉറങ്ങുന്നവർക്ക് കിട്ടുമോ? ഇല്ല. ഫ്രീ ആണ്, ബട്ട് വി ഹാവ് ടു പേ ദ പ്രൈസ്. ഹോളി സ്പിരിറ്റിന്റെ ഫയർ ഫ്രീ ആണ്, ചുമ്മാ ഇരിക്കുന്നവർക്ക് കിട്ടില്ല. വിശുദ്ധ അംബ്രോസ് പറയുന്നുണ്ട്, പുതച്ചു മൂടി കിടക്കുന്നവർക്കുള്ളതല്ല സ്വർഗത്തിന്റെ അഗ്നി. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സോ നമ്മുടെ ജീവിതത്തിൽ കണ്ണുകളെ കെയർഫുൾ ആയിട്ട് നിയന്ത്രിക്കുക. ചുമ്മാ തേരാപ്പാര ഇടത്തോട്ടും വലത്തോട്ടും പോകുന്ന കണ്ണുകളുള്ള വ്യക്തികൾക്ക് ആത്മാവിനെ കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലിയാട്ട് അർപ്പിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈശോ രാവിലെ വരുന്നു, കണ്ണുകളെ നിയന്ത്രിക്കണം, ബലിയാട്ട് നമ്മൾ അർപ്പിക്കണം. ഈശോ, എൻ്റെ കണ്ണുകളെ ഞാൻ അങ്ങേക്ക് തരുന്നു പറയണം. ഹല്ലേലൂയ. ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ എന്നെ വളയും കേട്ടോ. ഇവിടെ കുഴപ്പമില്ല. നടക്കുന്ന കാര്യം വല്ലാണോ ചോദിക്കുന്നതാണ്. നടക്കത്തില്ലേ പ്രിയപ്പെട്ടവരെ? നടക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, നടക്കും. യാ, when he comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നടക്കും, എല്ലാം നടക്കും. കർത്താവ് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശക്തിയല്ല, കർത്താവിന്റെ ശക്തിയാണ്. കർത്താവ് വരുമ്പോൾ നടക്കുക തന്നെ ചെയ്യും. കരം ഉയർത്തി ഒന്ന് ഈശോയെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ബലിപീഠത്തിൽ വെള്ളം കോരി ഒഴിച്ചു. എന്തെങ്കിലും തോന്നിയോ വെള്ളം കോരി ഒഴിച്ചെന്ന് കേട്ടപ്പം? ഇസ്രായേലിൽ 3.5 വർഷമായിട്ട് മഴ പെയ്തിട്ടില്ല, നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അവിടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം, ഗോൾഡിനേക്കാൾ വിലയുള്ള സാധനമാണ് വെള്ളം. വെള്ളമില്ല. അവിടെ അവസാനം ആ രാജ്യത്തുണ്ടായിരുന്ന കുറച്ച് വെള്ളമാണ്, അത് ഏറ്റവും വിലപിടിപ്പുള്ളത്. ദൈവം ഏലിയായെ ടെസ്റ്റ് ചെയ്യാണ്. ഏലിയ, നിനക്ക് എന്നെ അനുസരിക്കാൻ പറ്റുമോ? ഈ വെള്ളം എടുത്ത് കമത്തി കളയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ആകപ്പാട് 3.5 വർഷമായിട്ട് മഴ പെയ്യാത്ത ഇസ്രായേലിൽ ബാക്കി ഉണ്ടായിരുന്ന വെള്ളമെടുത്ത് ഒരു വിഡ്ഢിയെ പോലെ നിനക്ക് ബലിപീഠത്തിൽ ഒഴിച്ചു കളയാൻ പറ്റുമോ? നിനക്കെന്നെ ഒരു പോഷനെ പോലെ അനുസരിക്കാൻ പറ്റുമോ? ഏലിയ മേലും കീഴും ആലോചിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന വെള്ളമെടുത്ത് ഈ വിറകിന്റെ മേലും ഈ എന്താ പറയേണ്ടത് ബലിവസ്തുക്കളുടെ മേലും ഒഴിച്ചു. കണ്ടു നിന്നവർക്ക് തോന്നി ഇയാൾക്ക് ഇച്ചിരി വട്ടുണ്ട്. കാരണം തീ കത്താൻ പോകുന്ന ഒരു സാധനത്തിന്റെ വിറകിന്റെ പുറത്ത് ഒരാൾ പോലും കോമൺ സെൻസ് ഉള്ളവൻ വെള്ളം ഒഴിക്കത്തില്ല. ദൈവം പറയാൻ വന്ന ഇതാണ്, ഇത് മനുഷ്യനുണ്ടാക്കുന്ന തീയല്ല, ഇത് സ്വർഗം തരാൻ പോകുന്ന തീയാണ്. ഹല്ലേലൂയ. നിങ്ങൾ സത്യത്തിൽ ഈ 2 ദിവസം ഇവിടെ വന്നിരിക്കുന്നതിന് പകരം ഡ്യൂട്ടി ചെയ്തിരുന്ന കുറെ ഡോളർ കിട്ടത്തില്ലായിരുന്നോ? കിട്ടുമായിരുന്നു. നിങ്ങളുടെ കുറെ കൂട്ടുകാരെങ്കിലും പറയും, അറിയാമേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന് എന്തിനാണ് ധ്യാനം കേൾക്കാനാണ്? നമ്മൾ ഇന്ത്യയിൽ നിന്ന് കഷ്ടപ്പെട്ടു വന്ന് 2 ദിവസം എത്രയോ ഡോളർ കിട്ടുമായിരുന്നു. എന്നാ വിഡ്ഢിത്തരം. അതെ, വിറകിന്റെ പുറത്ത് വെള്ളമെടുത്തൊഴിക്കുന്നത് കണ്ടു നിൽക്കുന്നവർക്ക് വിഡ്ഢിത്തരമാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഏലിയായെ നോക്കി കൈയടിച്ചു. ഏലിയ, നീ എന്നെ പൂർണ്ണമായിട്ടും അനുസരിക്കാൻ തീരുമാനമെടുത്തു. അവസാനത്തെ സ്റ്റെപ്പ്, ഏലിയ പ്രാർത്ഥിച്ചു. ചെറിയൊരു പ്രാർത്ഥന, കർത്താവേ, അവിടുന്ന് ദൈവമാണെന്ന് ഈ നിൽക്കുന്ന ജനം അറിയുവാൻ അഗ്നി അയക്കണം. അമേരിക്കയിലെ ദൈവവിശ്വാസമില്ലാത്ത യുവതലമുറ യേശു ക്രിസ്തു സത്യദൈവമാണെന്ന് തിരിച്ചറിയാൻ യോഹന്നാൻ 17:3 ഏക സത്യമായ അവിടത്തെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നാണ് നിത്യജീവൻ. കർത്താവേ, നീയാണ് ദൈവമെന്നറിയാൻ അഗ്നി അയക്കണമേ. ദ ഫയർ കെയിം. അവിടെ ഉണ്ടായിരുന്നതെല്ലാം കത്തി നശിച്ചു. ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, യഹോവയാണ്, കർത്താവാണ് സത്യദൈവം. പ്രിയപ്പെട്ടവരെ, അഗ്നി വരാൻ ഇതേ ഉള്ളൂ. ദയവ് ചെയ്ത് ടെക്നിക്കുകൾ ഉപയോഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നവർ കുറെ കഴിയുമ്പോൾ നിരാശപ്പെടും. ഓ, ടൈൽസിലൂടെയൊക്കെ ദൈവത്തിന് വലിയ സ്നേഹ, ബെന്നി ബ്രദറിന്റെ പുറത്തൊക്കെ ദൈവത്തിന് നമ്മളെ ആർക്ക് വേണം? എല്ലാവരും ഈശോയ്ക്ക് വേണം. ഹല്ലേലൂയ. വല്ല കല്ല് വിളയി കിടക്കുന്നുണ്ടോ ആന്ന് ആദ്യം നോക്കുക. മൃഗത്തെ വെട്ടിക്കീറിയോ നോക്കുക. വെള്ളം ഒഴിച്ചോ എന്ന് നോക്കുക. അനുസരിച്ചോ എന്ന് നോക്കുക. പ്രാർത്ഥിച്ചോ എന്ന് നോക്കുക. ഈശോയെ ജീവിതത്തിൽ 1-ാം സ്ഥാനത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഒന്ന് ചിന്തിച്ച്, ഈശോയ്ക്ക് എത്രാത്ത സ്ഥാനാ ഒന്ന് നോക്കിക്കേ. 1-ാം സ്ഥാനം ഡോക്ടറെ എൻ്റെ ജോലിയാണേ. 2 എൻ്റെ ബാങ്ക് ബാലൻസ്. അങ്ങനൊന്നും പറയരുത്. 3 ഇച്ചായനാ. 4 എൻ്റെ മൂത്ത മോനാ. 5 എൻ്റെ മോളാണ്. 6 എൻ്റെ അപ്പനമ്മയാ. 7 എന്നെ പഠിപ്പിച്ച് വലുതാക്കിയ മൂത്ത ചേട്ടനുണ്ട്. 8ാമത്തത് അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ചേച്ചിയാണ് അമ്മയുടെ സ്ഥാനം തന്നെ. 8ാമത്തതാ. 9ാമത്തെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയാണേ. 10ാമത്തത് കർത്താവാണേ. പ്രിയപ്പെട്ടവരെ, 2ാം സ്ഥാനമെങ്കിലും കൊടുക്കാവോ?
നമ്മളൊരു കാര്യം കണ്ടിട്ടുണ്ട്. ഈശോ എവിടെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. എവിടെയാണ്? നടുക്ക്. തിരുക്കുടുംബത്തിന്റെ ഫോട്ടോയിൽ പുള്ളിക്കാരൻ എവിടെയാണ്? മാതാവിൻ്റെയും ഔസപിതാവിൻ്റെയും കാൽവരിയിലോ? രണ്ട് കള്ളന്മാരുടെ, ആകാശത്തിന്റെ ഭൂമിയുടെയും മധ്യത്തിൽ. രണ്ടുപേർ സമ്മേളിക്കുമ്പോൾ അവരുടെ ആ കസേര കിട്ടിയില്ല, ഈശോയെ കിട്ടത്തില്ല. ഈശോയുടെ ഒരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ. അവിടത്തേക്ക് കേന്ദ്രസ്ഥാനം കൊടുത്താലേ അവിടത്തെ കിട്ടൂ. ചുമ്മാ ധ്യാനങ്ങൾ മാറി മാറി കൂട്ടി ആരും പറയാത്ത കുറെ പോയിന്റുകൾ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് എഴുതി എടുത്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. വലിയ ഒരു തലയും കൊച്ചൊരു ഹൃദയമായിട്ട് ഇവിടുന്ന് പോകാം, അത്ര തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എൻ്റെ ധ്യാനം കൂടി ഒരു വലിയ വിദ്യാഭ്യാസമുള്ള സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല. ആള് വീട്ടിൽ പോയി മോള് വന്ന് പറഞ്ഞതാണ്. ചേച്ചിക്ക് ഭാഷാപരം കിട്ടി. വലിയ ആളാണ്, PhD ഒക്കെ ഉണ്ട്. ധ്യാനം കൂടി പോയതാണ്, ഭാഷാപരം കിട്ടി. അദ്ദേഹം, ആ ചേച്ചിയുടെ ഭർത്താവ് ഡോക്ടറാണ്. ഡോക്ടർ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭാര്യ ധ്യാനം കഴിഞ്ഞിരിപ്പുണ്ട്. കുടുംബ പ്രാർത്ഥന ഭാര്യ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് വെച്ച് ഭർത്താവ് ഞെട്ടിപ്പോയി. മൂത്ത മോള് മെഡിക്കൽ കോളേജിൽ പഠിക്കുക. പപ്പ ചോദിച്ചു, മോളെ മോളെ what is this? എന്താ ഇത്? പപ്പ the Holy Spirit came upon mommy. She got the gift of tongues. മമ്മിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ജീസസ്. പപ്പ പേടിച്ചു പോയി. അന്ന് രാത്രി ആഹാരം വിളമ്പാൻ നേരത്ത് ഡോക്ടർ ഭർത്താവ് പറഞ്ഞു, എടി ഇന്ന് നിനക്ക് ഞാൻ വിളമ്പിത്തരാം. കാര്യം എനിക്കില്ലാത്ത വലിയൊരു സാധനം നിനക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആകപ്പാട് നിന്നെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചായ, അത് അച്ഛനിരുന്നോ. വളരെ എളിമയായി. പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും കൂടെ വൈകിട്ട് 5:30 എവിടെയോ പോകാൻ തീരുമാനിച്ചിരുന്നു. ഇയാൾ 5 മണിക്ക് വരാന്നാ പറഞ്ഞിരുന്നു. പാവപ്പെട്ടവനെ 7 മണിയായിട്ടും കാണുന്നില്ല. ഇവരൊരു 6:45 സാരിയൊക്കെ അങ്ങോട്ട് മടക്കി കുത്തി നടക്കുക മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. 7-7:15 പുള്ളിക്കാരൻ കാറൊക്കെ ഓടിച്ചു വന്നു. കോളിംഗ് ബെൽ അടിച്ചു. സാരി കുത്തിച്ചെന്നിട്ട് അയാളെല്ലാം കേട്ടോണ്ട് വന്നു. അയാളുടെ മനസ്സിലേക്ക് ഇന്നലത്തെ കുടുംബ പ്രാർത്ഥന വന്നു. മമ്മി ഗോട്ട് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അയാൾ ഇച്ചിരി നേരം ഒന്ന് ആലോചിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, മോളെ ഇന്നിങ്ങോട്ട് വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാഥ റോഡ് ബ്ലോക്ക് ചെയ്ത കാരണം 2 മണിക്കൂർ ഞാൻ വഴി കടന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ആർക്കാണ് പരിശുദ്ധാത്മാവ്? Hallelujah. Come to reality, my dear brothers and sisters. Let us walk in love. Jesus is love. Praise the Lord. Yeah, we can use the gift of tongues. Very good. But love should come first. Yeah. We make mistakes frequently. We charismatics. We think gift of tongues is everything. No. Hallelujah. ഭാഷാവരം കിട്ടിയില്ലെങ്കിൽ സ്വർഗത്ത് പോകും. സ്നേഹമില്ലേ പോകത്തില്ല. മറക്കരുത്. Praise the Lord. നിനക്ക് ഭാഷാവരമില്ല എന്ന് പറഞ്ഞ് ഒരാളെയും കർത്താവ് സ്വർഗത്ത് പോകാതെ മാറ്റി നിർത്തത്തില്ല. പക്ഷെ സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ മത്തായി 7:25, ഞാൻ നിന്നെ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്നവരെ, സ്നേഹമില്ലാത്തവരെ. ഈശോയുടെ സ്നേഹം നമ്മിൽ കത്തട്ടെ പ്രിയപ്പെട്ടവരെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാഭിഷേക ആരാധനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ധ്യാനത്തിന്റെ അവസാനത്തെ മൊമെന്റുകൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ഏറ്റുവാങ്ങി ഏലിയായുടെ മേൽ വന്ന ദൈവത്തിന്റെ അഗ്നി നമ്മുടെ മേൽ വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം മുഴുവൻ നമ്മുടെ മേൽ ഇറങ്ങി വന്ന് തീയായി ജ്വലിക്കട്ടെ. നമ്മൾ മാറണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആഗ്രഹമാണത്. സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാറണം. പട്ടാളക്കാർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെ ഉപദ്രവിക്കരുത്. 2 ഉടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഇതെല്ലാം മാറ്റത്തെ കാണിക്കുക. സ്വാർത്ഥത പൊട്ടുന്നു, അസൂയ പൊട്ടുന്നു, അഹങ്കാരം പൊട്ടുന്നു, കോപം പൊട്ടുന്നു, എടുത്തുചാട്ടം പൊട്ടുന്നു, പിടിവാശി പൊട്ടുന്നു, ഞാനെന്ന ഭാവം പൊട്ടുന്നു. ഞാനെന്ന് വെച്ചാൽ ഞാൻ, അത് പൊട്ടുന്നു. എല്ലാം പൊട്ടുന്നു. നമ്മൾ ദൈവത്തിന്റെ മുഖം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ താഴ്മ കടന്നു വരുന്നു. നമ്മൾ അനുനിമിഷം വളരുന്നു. ഹല്ലേലൂയ.